നമസ്കാരം. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങൾ ഇന്ന് കേരളത്തിലേക്ക് ഒരു യാത്ര പോവുകയാണ്. തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും രാവിലെ 7:20 തിരുവനന്തപുരം സെൻട്രലിലേക്ക് പോകുന്ന ഇന്റർസിറ്റി എക്സ്പ്രസിനാണ് ഇന്നൊരു യാത്ര. രാവിലെ 5:50 തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് ഈ തൊട്ടു മുന്നിലായി കാണുന്നത്. ഇന്നൊരു ഒന്നൊന്നര യാത്ര തന്നെ ആകും അല്ലേ? ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. ഞങ്ങൾ ഇതിൽ റിസർവേഷൻ ചെയ്യാനൊക്കെ നോക്കിയ സമയത്ത് വെയിറ്റ് ലിസ്റ്റ് 80 സെക്കൻഡ് സീറ്റിംഗിൽ കണ്ടത്. അതുകൊണ്ട് എന്താ പറയാ, നമ്മൾ ഇന്ന് അൺറിസർവ്ഡിലാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് നേരത്തെ എണീറ്റ് എന്താ പറയുക നമ്മൾ ആ ട്രെയിനിൽ കയറാൻ വേണ്ടി പോകുന്നത് തന്നെ. പിന്നെ അതുപോലെ തന്നെ തിരുച്ചിറപ്പള്ളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പ്രധാനപ്പെട്ട നമുക്ക് കാണേണ്ട ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് റോക്ക് ഫോർട്ട്, അതായത് മലയ്ക്കോട്ട്, ഒരു മലേൻ്റെ മേലെ കയറുന്ന ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ശ്രീരംഗം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് നല്ലൊരു സ്ഥലം തന്നെയാണ് തിരുച്ചിറപ്പള്ളി. ഐ ലവ് ട്രിച്ചി. ഇവിടെ ഒരു സെൽഫി പോയിന്റൊക്കെ കാണാം. അപ്പോൾ സ്റ്റേഷൻ്റെ ഒരു പ്രധാന ഭാഗം ഇതാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി 12 മണി സമയത്താണ് ഇവിടെ എത്തിയത്. നേരെ ഡോർമെട്രി ഭാഗത്തേക്കാണ് ഞങ്ങൾ പോയത്. ഡോർമെട്രീൻ്റെ റിസപ്ഷനൊക്കെ വരുന്നത് ഈ ഫസ്റ്റ് ഫ്ലോറിലാണ്, ഇവിടെയാണ്. അപ്പോൾ ഈ ഭാഗത്താണ് റിട്ടയർ റൂമൊക്കെ ഉള്ളത്. ട്രെയിനിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് കയറാം. ഇവിടെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട്. ഇഡ്ഡലി വടയാണ് കഴിക്കുന്നത്. 3 ഇഡ്ഡലി ഉണ്ട്, ഒരു വടയുണ്ട്, ചട്നി ഉണ്ട്. പിന്നെ ഉണ്ടല്ലോ ഇവിടെ പ്ലേറ്റിന് മുകളിൽ നല്ല ഇല കൂടിയുണ്ട്. തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലാകെ 8 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അതിൽ 8ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ എന്നുള്ളത്. ഇതേ ഇവിടെ നേരത്തെ തന്നെ വണ്ടി വന്നു. ഈ റോഡ് ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WAP4 ആണ് ലോക്കോമോട്ടീവ്. ആൾക്കാർ കയറി തുടങ്ങി, കാരണം ഈ ഭാഗത്ത് മുഴുവൻ അൺറിസർവ്ഡ് ആണ്. ഞങ്ങൾ എന്തായാലും ഈ മുൻഭാഗത്തൊന്നും കയറുന്നില്ല, ഏറ്റവും പുറകിലേക്ക് പോവാം. അതുപോലെ തന്നെ സമയം ഇപ്പം 6:20, 1 മണിക്കൂർ കൂടിയുണ്ട് നമ്മുടെ ട്രെയിനിന് പുറപ്പെടാൻ വേണ്ടി. ആ സമയത്ത് തന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. കാരണം ഈ മുൻഭാഗത്താണ് ഇവിടെ നിന്ന് ആൾക്കാർ കൂടുതൽ വരുന്നത്. അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. തിരുച്ചിറപ്പള്ളി തിരുവനന്തപുരം ഇന്റർസിറ്റീൻ്റെ നമ്പർ 22,627 അതുപോലെ ഇത് റേക്ക് ഷെയറിംഗ് ഉള്ളത് തിരുവനന്തപുരം ഗുരുവായൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ആയിട്ടാണ്. ഈ ട്രെയിന് സെക്കൻഡ് സീറ്റിംഗ് ഉണ്ട്. ഇതിൻ്റെ D2 കോച്ചാണിത്. ഇതിൻ്റെ അകത്തേക്ക് കയറുവാണെങ്കിൽ സീറ്റിംഗ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഫേസ് ടു ഫേസ് ആണ്. പിന്നെ ഈ കോച്ചിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് അറിയാം, സെക്കൻഡ് സീറ്റിങ്ങിൻ്റെ ഈ ഭാഗത്തൊന്നും ചാർജിങ് പോയിന്റുകളൊന്നും തന്നെ ഇല്ല. റിസർവേഷൻ ചെയ്ത് പോകേണ്ട വണ്ടിയാണ്, കോച്ചാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം വരെ പോകുമ്പോൾ നമുക്ക് ചാർജൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വരേണ്ടി വരും. കാരണം ചാർജിങ് പോയിന്റ് ഉള്ളത് ഇവിടെയാണ്. പക്ഷേ അൺറിസർവ്ഡ് അങ്ങനെയൊന്നും അല്ല. ഈ റിസർവേഷൻ കോച്ച് ബുക്ക് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ ഇതും കൂടിയുണ്ട്. കാരണം പ്രോപ്പറായിട്ടൊരു ചാർജിങ് പോയിന്റ് പോലും ഇവിടെ എവിടെയും ഇല്ലല്ലോ. ആകെ ഒരു C1 കോച്ച് മാത്രമാണ് ഇതിനുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ അൺറിസർവ്ഡ് തുടങ്ങി. സെക്കൻഡ് സീറ്റിങ്ങിലെ ചാർജിങ് പോയിന്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇതിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ അതിൽ ബുക്ക് ചെയ്യാൻ നിന്നതല്ല. പിന്നെ നോക്കിയ സമയത്ത് എന്നാൽ പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയ സമയത്താണ് വെയിറ്റ് ലിസ്റ്റ് കണ്ടത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇവിടുന്ന് ഇനിയിപ്പോൾ ഈ രാവിലെ കയറിയാൽ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ തിരുവനന്തപുരം എത്താൻ പറ്റുള്ളൂ. നമുക്ക് ഷൂട്ടൊക്കെ ചെയ്യണം. അത് മാത്രമല്ല, ഈ ഫോണൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിൽ ചാർജ് കുറയല്ലോ. ആ ചാർജ് ചെയ്യണമെങ്കിൽ ഡോറിന്റെ ഭാഗത്തേക്ക് പോകണം അല്ലേ? അല്ലാതെ ഈ ട്രെയിൻ മാത്രമല്ല, ഒട്ടുമിക്ക ട്രെയിൻ ഇപ്പൊ എടുത്തു പറയുകയാണെങ്കിൽ എന്താ പറയാ, നമ്മുടെ ജനശതാബ്ദിയിൽ വരെയുള്ള ഒരു അവസ്ഥ അങ്ങനെയാണ്. അതായത് ഈ വണ്ടികൾ എന്ന് പറഞ്ഞാൽ പഴയ ഉത്കൃഷ്ട കോച്ചുകളിലെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ നോർമലി ഈ ജനറൽ കോച്ചില്ലേ, ഇതിലൊക്കെ എല്ലാ ഭാഗത്തും ചാർജിങ് പോയിന്റ് ഒക്കെ ഉണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ് എന്നീ ഭാഷകളിൽ ഇവിടെ ബോർഡിൽ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കോച്ചിലല്ല, ഇതിന്റെ തൊട്ട് മുന്നിലുള്ള ഈ കോച്ചില്ലേ, അതിൽ കയറാം. ഈ ഭാഗത്തേക്കൊന്നും ഒരാൾ പോലും ഇല്ല, എല്ലാവരും മുൻഭാഗത്ത് തന്നെയാണ്. ഇതിൽ കയറാം. ഇത് 2010 മേഡ് അൺറിസർവ്ഡ് കോച്ചാണേ. ഈ സെക്ഷനിൽ ആരുമില്ല, ഇവിടെ ആരുമില്ല. നമുക്കെന്നാല് ഇവിടെ ആയിട്ടിരിക്കാം. ഇതാണ് നേരത്തെ പറഞ്ഞത്, അൺറിസർവ്ഡ് കോച്ചിൽ ഓരോ ഭാഗത്തും ഇതാ ചാർജിങ് പോയിന്റുകൾ. ആ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ അവിടെയും ഉണ്ട്. ഈ ട്രെയിനിൽ റിസർവേഷൻ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട്. അതായത് നമ്മൾ പ്രിഫറൻസ് കൊടുത്താൽ ചിലപ്പോൾ അത് ഒരുമിച്ച് കിട്ടണമെന്നില്ല. വിൻഡോ സീറ്റ് എന്തായാലും കിട്ടും, നവി ചിലപ്പോൾ വേറെ മാറിയിട്ട് എവിടെയെങ്കിലും ആയിരിക്കും. എന്തെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രം ഒരുമിച്ച് കിട്ടും.
അതൊക്കെ വെച്ച് നോക്കുമ്പം അൺറിസർവ്ഡ് തന്നെയാണ് നല്ലത്, വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ തിരുനെൽവേലി ഭാഗത്തേക്കെല്ലാം പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൽ കയറും. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പുറത്തൊന്നും ഇറങ്ങി അങ്ങനെ പോകാൻ പറ്റില്ല, കാരണം ഇത് അൺറിസർവ്ഡ് കോച്ചാണ്. നമ്മൾ ഇവിടുന്ന് എഴുന്നേറ്റാൽ മറ്റൊരു വ്യക്തി എന്തായാലും ഇവിടെ വന്നിരിക്കും. പക്ഷേ ബാഗൊക്കെ വെക്കാൻ കുഴപ്പമൊന്നുമില്ല, ഞാനൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞതാണ്. അപ്പോൾ ഇത് സൂപ്പർ ഫാസ്റ്റാണ്. 8 മണിക്കൂറിനടുത്ത് യാത്രയുണ്ട് തിരുവനന്തപുരത്തേക്ക്. ഒരാൾക്ക് അൺറിസർവ്ഡിന് വന്ന ടിക്കറ്റ് ചാർജ് 175 രൂപയാണ്. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് 7:20 തന്നെ ട്രെയിൻ ഇതാ എടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് മണപ്പാറ. തിരുച്ചിറപ്പള്ളിക്കും തിരുവനന്തപുരത്തിനിടയിൽ ഈ ട്രെയിനാകെ 10 സ്റ്റോപ്പുകളാണുള്ളത്. ഈ കാണുന്നതില്ലേ, ഇതിൽ പുതിയ കാറുകളൊക്കെയാണ് കൊണ്ടുപോവുക. കോച്ചിന്റെ പരമാവധി വേഗത 110 അതിന്റെ മുകളിലേക്ക് ഇത് കയറില്ല. അപ്പൊ അത് 110 തന്നെയാണ് കറക്റ്റ് ചെയ്ത് പോകുന്നത്. മോർണിംഗ് സ്പീഡ് 7:50. ട്രെയിൻ ഇപ്പോൾ മണപ്പാറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടുത്തെ സ്പെഷ്യലാണ് മുറുക്ക്, മണപ്പാറ മുറുക്ക്. പലതവണ ഇതുവഴി യാത്ര ചെയ്യുമ്പോഴും ഈ മുറുക്ക് വിൽക്കാൻ വരുന്നതൊക്കെ കാണാറുണ്ട്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്നത്. ഇവിടെ കണ്ടോ മുറുക്ക്, കണ്ടോ? 20 രൂപയേ ഉള്ളൂ. ട്രെയിനിൽ വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇത് വിൽക്കാൻ എന്തായാലും വരും. ഇവിടുന്ന് ട്രെയിൻ എടുത്തു. ട്രെയിൻ ഇപ്പോൾ ഡിണ്ടിഗലിലെത്തി. ഇതുവഴി ഒരു ട്രാക്ക് കാണുന്നില്ലേ, ഇത് പഴനി ഭാഗത്തുനിന്ന് വരുന്നതാണ്. ശരിക്കും ഈ പഴനിക്ക് വരുന്നത് ഡിണ്ടിഗൽ ജില്ലയിലാണ്. ഇവിടുന്ന് 58 കിലോമീറ്റർ ഉണ്ട് പഴനിയിലേക്ക്. ഈ പഴനിയിലേക്ക് വന്നിട്ട് തിരിച്ച് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അതായത് തിരുവനന്തപുരം ജില്ലക്കാർക്ക് മാത്രമാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ നേരെ രാവിലെ പഴനിയിൽ നേരെ ഇവിടെ ഒരു 8:30 സമയത്ത് എത്തുന്ന നേരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നതാണ്. പിന്നെ മലബാർ ഭാഗത്തുള്ളവർക്ക് പിന്നെ ഈ വണ്ടിയുടെ ആവശ്യം വരുന്നില്ലല്ലോ. 8:30 ട്രെയിൻ ഇപ്പോൾ ഡിണ്ടിഗൽ ജംഗ്ഷനിലെത്തി. തമിഴിൽ തിണ്ടുക്കൽ എന്നാണ്. പിന്നെ ഇവിടെ ഒരു ട്രെയിൻ കാണുന്നില്ലേ, ഇത് മധുരയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള പാസഞ്ചറാണ്. ഇത് തന്നെയാണ് കോയമ്പത്തൂരെത്തി കണ്ണൂരിലേക്കുള്ള പാസഞ്ചറായിട്ട് ഉച്ചയ്ക്ക് പോവുക. 3 മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായത്. വണ്ടി എടുത്തു. ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് ഈ പഴനിയിൽ നിന്ന് മലബാർ ഭാഗത്തേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടോ എന്ന്. ഇത് ഈ കാണുന്ന ട്രെയിനില്ലേ, ഇതിപ്പോൾ നേരെ പഴനി വഴിയാണല്ലോ പോവുക. അതിനുശേഷം കോയമ്പത്തൂരെത്തും. കോയമ്പത്തൂരെത്തി നേരെ കണ്ണൂരേക്ക് പോവും. ഇതിന് കയറി പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഒമ്പത് 28 ട്രെയിൻ ഇപ്പോൾ മധുരൈ ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ 2 ട്രെയിനുകളെ കാണാം. ഒന്ന് WAP4 മറ്റൊന്ന് WAP7. ഇവിടെ 5 മിനിറ്റിൻ്റെ ട്രെയിൻ സ്റ്റോപ്പ്. മധുരയിൽ നിലവിലിപ്പോൾ നവീകരണമാണ്. ഇവിടുന്ന് ഇനി 9:35 ട്രെയിൻ എടുക്കുക. ഇത് ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് 4 ലൈനുകൾ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വന്ന ഡിണ്ടിഗൽ റൂട്ട്, മറ്റൊന്നുള്ളത് ഇനി പോകാനുള്ള വിരുദുനഗർ റൂട്ട്,
പിന്നെയുള്ളത് മനാമധുരൈ, അതായത് രാമേശ്വരം ഭാഗത്തേക്ക്. പിന്നെ എന്നുള്ളത് തേനി, ബോഡി നായക്കനൂർ. ട്രിച്ചിന്ന് ട്രെയിൻ പുറപ്പെടുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. ഇപ്പം ഇതാ ഒരുപാട് സീറ്റുകൾ വേക്കൻ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തുള്ളത് ലിഫ്റ്റിൻ്റെ ആ ഒരു വർക്കാണ്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ ലിഫ്റ്റ് സൗകര്യമൊക്കെ വരും. മധുരയിൽ നിന്നും രാമേശ്വരത്തേക്ക് പോകുന്ന ലൈനാണിത്. ഇത് സിംഗിൾ ലൈനാണ്. അങ്ങ് പോവും. അതുപോലെ ഈ ലൈനില്ലേ, ഇത് നേരെ ബോഡി നായക്കനൂർ, അതായത് തേനി ഭാഗത്തേക്കുള്ളതാണ്. ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് വരെ ഇവിടെ നമുക്ക് കാണാം. WD-P40. പത്ത് 10 ട്രെയിൻ ഇപ്പോൾ വിരുദനഗർ ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ നിന്നും 4 റൂട്ടുകൾ പോകുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ വന്ന മധുരൈ, മറ്റൊന്നുള്ളത് തെങ്കാശി, പിന്നെന്നുള്ളത് മനാമധുരൈ, പിന്നെന്നുള്ളത് ഇപ്പം നമ്മൾ പോകുന്ന തിരുനെൽവേലി. ഇപ്പോൾ ഇന്ത്യയിലെ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനുകളിലും ഇതുപോലുള്ള ചെറിയ വണ്ടികളുണ്ട്, ഈ ബഗികളുണ്ട് എല്ലായിടത്തും. പിന്നെ ഇപ്പോൾ ഇത്രയും സമയമായല്ലോ, ചൂട് വന്നു തുടങ്ങിയല്ലേ. ചൂട് വന്നു തുടങ്ങി. അതുപോലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥ പോലെ തന്നെ നമ്മുടെ നാട്ടിലാവണമെന്നില്ലല്ലോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, രാവിലെ, അതായത് അതിരാവിലെ തന്നെ എഴുന്നേറ്റുകൊണ്ട് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. എടുത്ത് പറയേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഈ ഒരു വിൻഡോ സൈഡിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ കാറ്റുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് മൊത്തം കാറ്റടിച്ചുകൊണ്ട് തന്നെ നല്ല ഉറക്കം വരുമല്ലേ. നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാനാ മറ്റേ മധുരയില്ലേ, മധുര കഴിഞ്ഞിട്ട് വിരുദനഗർ എത്തുമ്പോഴെത്ര അറിയുന്നത്. പത്ത് 30 ട്രെയിൻ ഇപ്പോൾ സാത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. ചുട്ടുപൊള്ളുന്ന വെയിൽ. നമ്മുടെ ഈ ഒരു കോച്ചിലൊക്കെ ആൾക്കാർ ഒരുപാട് പേര് ഇറങ്ങി തന്നെ വരാം. പിന്നെ ഇവിടെ സമൂസയും ടീയൊക്കെ ഉണ്ട്. ഇത് എത്ര ആൾക്കാരാണിതാ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇതാ എല്ലാവരും ട്രാക്ക് മുറിച്ച് കിടക്കുകയാണ്. ഇയാളെ നിലത്തെല്ലാം കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫാക്ടറി കാണാം. റെയിൽ ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ് ഇതുള്ളത്. പത്ത് 50 ട്രെയിൻ ഇപ്പോൾ തൂത്തുക്കുടി ജില്ലയിലെ കോവിൽപ്പട്ടി സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. ഈ ഭാഗത്ത് ഒരുപാട് വ്യവസായങ്ങളുണ്ട്. ഈ തൂത്തുക്കുടി ജില്ലയിൽ ഒരുപാട് വിൻഡ് മിൽസുകളുണ്ട്. മുന്നിലേക്ക് നോക്കിയേ, ഒരുപാടെണ്ണം കാണുന്നില്ലേ. കാറ്റിൽ നിന്നും വൈദ്യുതി ഇവർ ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കാണുക വാഞ്ചി മണിയാച്ചി റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ്. ഈ ട്രെയിൻ അവിടെ സ്റ്റോപ്പില്ല. അവിടെയൊക്കെ ആയിട്ട് കാണാം നമുക്ക്. പതിനൊന്ന് 44 ട്രെയിനിപ്പിത തിരുനെൽവേലി ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ 11:55 എത്തി. 12 മണിക്കാണ് വണ്ടി എടുക്കേണ്ടത്. വണ്ടി നേരത്തെ എത്തി. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇവിടെ തന്നെ
ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. ഇവിടത്തേക്ക് ഫുഡ് വരുന്നുണ്ട്, നമുക്ക് എന്തായാലും വാങ്ങിച്ചു വെക്കാം. വെജ് ബിരിയാണി വാങ്ങിക്കാം കേട്ടോ. ഈ ഭാഗത്ത് വ്യത്യസ്ത 3 ലോക്കോമോട്ടീവുകൾ കാണാം. ഇനി ഇവിടെ ആയിട്ടുള്ളത് WAG9 ആണ്, ഇവിടെ WAP7 ആണ്, ഇവിടെ WAP4 ആണ്. 12 മണിയായി. തിരുനെൽവേലിയിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്നത്. ഇവിടുന്ന് 4 റൂട്ടുകളുണ്ട്. ഇപ്പോൾ നമ്മൾ വന്ന വിരുദനഗർ റൂട്ട്, ഇനിയിപ്പോൾ പോകുന്ന നാഗർകോവിൽ റൂട്ട്, മറ്റൊന്നുള്ളത് തിരുച്ചെന്തൂർ, പിന്നെ ഒന്നുള്ളത് തെങ്കാശി. TEN ആണ് സ്റ്റേഷൻ്റെ കോഡ്. തിരുനെൽവേലി പട്ടണത്തിൻ്റെ ചെറിയ ഭാഗങ്ങൾ. തിരുനെൽവേലിയിലത്തെ ഫേമസ് ആയ ഒന്നാണ് തിരുനെൽവേലി ഹലുവ. ഇത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. ഈ കാണുന്ന ലൈനാണ് നേരെ തെങ്കാശിയിലേക്ക് പോകുന്നത്. സിംഗിൾ ട്രാക്കാണിത്. ഒരു വലിയൊരു നദി തന്നെയാണ്. ഒരുപാട് പേര് താഴ്ന്ന് അലക്കവും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ ചൂടത്ത് നല്ലൊരു ആശ്വാസം തന്നെയാണ് ഈ സമയത്ത് ഇതിലൊക്കെ വന്ന് കുളിക്കുക എന്നുള്ളതൊക്കെ. അവിടെയാണ് ഒരുപാട് പേര്. ഈ നദി കഴിഞ്ഞ ഉടനെ തന്നെയാണ് തിരുച്ചെന്തൂരിലേക്കുള്ള ട്രാക്ക് നമുക്ക് കാണാനായി സാധിക്കുക. ഇത് നേരെ തിരുച്ചെന്തൂർ. ഇവിടുന്ന് തിരുച്ചെന്തൂരിലേക്ക് ഒരു 60 കിലോമീറ്റർ ദൂരമുണ്ട്. വാങ്ങിച്ച ബിരിയാണി കഴിക്കുകയാണേ. ഇത് ഇത്രയേ ഉള്ളൂ, ചെറുതാണ്. നമ്മൾ നോർമൽ ഒരു പാക്കറ്റ് വെജ് ബിരിയാണി വാങ്ങിക്കുന്ന പോലെയല്ല. പക്ഷെ 50 രൂപയേ ഉള്ളൂ കേട്ടോ ഒരെണ്ണത്തിന്. ഇതിൻ്റെ കൂടെ ഒരു അച്ചാറുണ്ട്, പിന്നെ സാലഡും ഉണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് കഴിയാം. 12:36 ട്രെയിൻ ഇപ്പോൾ വള്ളിയൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഇതിൽ ചിലതൊന്നും കറങ്ങണമെന്നില്ല. അതാ ഇവിടെ ഒരു ലേക്ക് കാണാം. അത്യാവശ്യം വലിയൊരു ലേക്ക് തന്നെയാണിത്. നാഗർകോവിലേക്ക് ട്രെയിൻ എത്താനായി. അങ്ങ് അതിലൂടെ ഒരു ട്രെയിൻ പോകുന്ന കാണുന്നില്ലേ, അത് നാഗർകോവിൽ ജംഗ്ഷൻ കോട്ടയം എക്സ്പ്രസ് ആണ്. അങ്ങ് അതിലൂടെയാണ് പോകുന്നത്.
ഇതൊരു വലിയൊരു വളവാണിത്. നമുക്കിപ്പോൾ ഇവിടുന്ന് തന്നെ നാഗർകോവിൽ ജംഗ്ഷൻ കന്യാകുമാരിയിലേക്കുള്ള ലൈൻ കാണാം. ആ ട്രെയിൻ പോകുന്നത്രേ. നമുക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ സിഗ്നൽ കിട്ടും. അത് പോയി. അങ്ങനെ നേരെ വളഞ്ഞു പോകും. ആ വലിയ വളവ് ഇവിടെ നിന്ന് ഇതാ തുടങ്ങുകയാണ്. ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് വരെ നമുക്ക് ഇതാ ഇവിടുന്ന് കാണാം. പിന്നെ അങ്ങനെ വളഞ്ഞ് അങ്ങനെയാ പോവുക. ഇതാണ് മൊത്തത്തിലുള്ളൊരു വ്യൂ. ഈ കാണുന്ന ലൈനാണ് നേരെ നാഗർകോവിൽ ജംഗ്ഷൻ അതുപോലെ തന്നെ കന്യാകുമാരിയിലേക്ക് പോകുന്നത്. ഇതൊക്കെയാണ് വളവ്. ഇതേപോലെ തന്നെയാണ് ഈ തിരുനെൽവേലി ഭാഗത്ത് വരുമ്പോൾ നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് പോകുമ്പോഴും അത് ഇതിനെക്കാട്ടി വളവാണ്. ഈ ട്രാക്ക് കാണുന്നില്ലേ, ഇത് കന്യാകുമാരി നാഗർകോവിൽ ജംഗ്ഷൻ ഭാഗത്ത് നിന്ന് നേരെ നാഗർകോവിൽ ടൗൺ വഴി നേരെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ലൈനാണ്. നേരത്തെ ഉണ്ടല്ലോ ഞാനൊരു ലൈൻ കാണിച്ചില്ല നേരെ അങ്ങോട്ട് പോകുന്നത്. ആ ലൈൻ വഴിയാണ് നേരത്തെ അനന്തപുരിയും അതുപോലെ തന്നെ നമ്മുടെ ചെന്നൈ എഗ്മോർ ഗുരുവായൂർ വണ്ടിയെല്ലാം പോയിട്ട് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് ലോക്കോ റിവേഴ്സ് ചെയ്തിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. ഇപ്പോഴും ആ ഒരു രണ്ട് ട്രെയിനുകളൊന്നും കൂടുതൽ ട്രെയിനുകളൊന്നും നാഗർകോവിൽ ജംഗ്ഷൻ വഴി പോകുന്നില്ല. നേരെ ഇതേ വഴി തന്നെയാണ് നേരെ നാഗർകോവിൽ ടൗൺ ടച്ച് ചെയ്തിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. 1:24 ട്രെയിൻ ഇപ്പോൾ നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. നാഗർകോവിൽ ടൗണൊക്കെ തിരുവനന്തപുരം ഡിവിഷന് കീഴിലാണ്. കന്യാകുമാരിയും അതെ, നാഗർകോവിൽ ജംഗ്ഷനും അതെ. ഇവിടെ നിന്ന് 1:32 ട്രെയിൻ എടുക്കുള്ളൂ. ബിഫോർ ടൈമിനെ വണ്ടി എത്തി. അതുപോലെ തന്നെ ഇതുവഴി ഇപ്പോൾ KSR ബംഗളൂരിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള ഐലൻഡ് എക്സ്പ്രസ് കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഇരിണയിൽ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ്, നല്ല പച്ചപ്പാണ്. ഈ സ്റ്റേഷൻ്റെ ഈ ഭാഗത്തെല്ലാം കാണുന്ന കാഴ്ച എന്താ അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ആ വണ്ടി കാണുമോയെന്ന് അറിയില്ല, എന്തായാലും നോക്കാം. ഐലൻഡ് എക്സ്പ്രസ് ഇരിണയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിവിടെയുണ്ട്. തമിഴ്നാട്ടിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായ കുളിത്തൂറയിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത്. അടുത്തത് ഇനി തിരുവനന്തപുരം സെൻട്രൽ. ഏതോ ഒരു ട്രെയിൻ വരുന്നുണ്ടല്ലോ, കന്യാകുമാരി. ഇത് കൊല്ലം കന്യാകുമാരി മെമു ആകാനാണ് ചാൻസ്. രാവിലെ ഈ ട്രെയിൻ ശരിക്കും പറഞ്ഞാൽ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് മധുരൈ വരെയാണ് നല്ല തിരക്കുണ്ടായത്. അതിനുശേഷം കുറച്ച് ആൾക്കാർ തിരുനെൽവേലി വരെ ഉണ്ടായിരുന്നു. ഈ തിരുനെൽവേലിക്ക് ശേഷം വണ്ടി ഫുള്ള് empty ആയി എന്ന് തന്നെ പറയാം. ഓരോ ജനറൽ കോച്ചിലും വിരലിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ കേരളത്തിലേക്ക് കയറുകയാണ്. തിരുച്ചിറപ്പള്ളിയിൽ നിന്നും 461 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പോൾ ഇതാ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്.
3:20 ഇവിടെ എത്തേണ്ടത്. 3:17 TVC. ഇതിന് 5:30 ആലപ്പുഴ വഴി ഗുരുവായൂരിലേക്കുള്ള ഇൻ്റർസിറ്റി ആയിട്ടാണ് പോവുക. ഒരുപാട് അൺറിസർവ്ഡ് കോച്ചുകളുണ്ട് ഈ ട്രെയിന്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ റെയിൽവേന്റെ ഡോർമെട്രിയും റിട്ടയർ റൂം ഒക്കെ ഉള്ളത് ഈ ഒരു കാണുന്ന ഫസ്റ്റ് ഫ്ലോറിലാണ്. അതുപോലെ തന്നെ സമയം ഇപ്പോൾ 3:30, ഒരു 2 മണിക്കൂർ കൂടിയുണ്ട്. നമ്മളിപ്പോൾ വന്ന ഒരു ഇന്റർസിറ്റിന്റെ റേക്ക് ഷെയറിംഗിൽ പോകുന്ന ഗുരുവായൂർ ഇന്റർസിറ്റി ഇവിടുന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ട്. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ഒഴികെ അല്ലാത്തല്ല ഈ തിങ്കൾ മുതൽ ആ ഒരു സമയങ്ങളിലില്ലേ, ആ സമയങ്ങളിൽ ഇവിടുന്ന് ഒരുപാട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ജോലിക്കാർക്ക് കൊല്ലമായാലും ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വണ്ടി കൂടിയാണ്. അതുപോലെ തന്നെ അതിൽ 13 അൺറിസർവ്ഡ് കോച്ചുകളാണ് ഉള്ളത്. റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ നേരെ നടന്നിട്ട് പോകുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്കാണ്. അതിവിടുന്ന് അടുത്ത് തന്നെയാണ്. ശരിക്കും പെട്ടെന്ന് എത്താൻ റെയിൽവേ സ്റ്റേഷന്റെ പുറകു ഭാഗം വഴി പോയാൽ മതി. ഞങ്ങൾ ഈ ഒരു KSRTCന്റെ ഈ സൈഡിലൂടെ തന്നെയാണ് നടന്നിട്ട് പോകുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നിന്ന് നടന്നിപ്പിതാ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ക്ഷേത്രം അവിടെയാണ്. ക്ഷേത്രക്കുളമാണിത്. ആ ഭാഗത്ത് നിന്നാൽ ഒരുപാട് മീനുകളെ നമുക്ക് കാണാം. ഇവിടുത്തെ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ആ ഭാഗത്താണ്. 8 മണിക്കൂറിനടുത്തുള്ള അൺറിസർവ്ഡ് യാത്രയായിരുന്നു. യാതൊരുവിധ ബുദ്ധിമുട്ടോ അൺറിസർവ്ഡ് ഉണ്ടായിരുന്നില്ല. റിസർവേഷൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരുപോലെ തന്നെയാണ് ഈ ട്രെയിനിൽ. കാരണം എല്ലാ ക്ലാസ്സും ഒരുപോലെ തന്നെയാണ് തോന്നിക്കുന്നത്. പക്ഷെ ആ തിരക്ക് ആ ഒരു നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു മധുരൈ വരെയാണ് മെയിനായിട്ട് ഉണ്ടായത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് മധുരൈ തിരുച്ചിറപ്പള്ളി പോകാൻ പറ്റിയ നല്ലൊരു ട്രെയിൻ തന്നെയാണിത്. അപ്പോൾ ഇതിലത്തെ അൺറിസർവ്ഡ് യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ബൈ.